വികൃതി. സോറി. ദ ഫിലിം സെൻറ്റേഴ്സ് ഓൺ എൽദോ, എ മിഡിൽ ഏജ്ഡ് ഡെഫ് ആൻഡ് മ്യൂട്ട് മാൻ. ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര കഥാപാത്രമാക്കുന്നത് എൽദോനെയാണ്. സോറി. ഒരു മധ്യവയസ്കനായ ഡെഫ് ആൻഡ് മ്യൂട്ട് മാൻ, അതായത് ബധിരനും മൂകനും, ചെവിയൊക്കെയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല. ഹൂസ് ലൈഫ് ടേൺസ് അപ്സൈഡ് ഡൗൺ ആഫ്റ്റർ എ യങ് മാൻ. സമീർ ടേക്സ് എ ഫോട്ടോ ഓഫ് ഹിം സ്ലീപ്പിംഗ് ഓൺ ദ കൊച്ചി മെട്രോ. അദ്ദേഹത്തിൻ്റെ ജീവിതം നേരെ തകിടം മറിയാണ്, താഴോട്ട് പോവുകയാണ്. ആഫ്റ്റർ എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരൻ സമീർ എന്നിവരുള്ള ടേക്സ് എ ഫോട്ടോ ഓഫ് ഹിം സ്ലീപ്പിംഗ് ഓൺ കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയിൽ അദ്ദേഹം ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം മിസ്റ്റേക്കൻലി തിങ്കിങ് ഹീ ഈസ് ഡ്രങ്ക്. ഈ ഫോട്ടോ എടുത്ത സമീർ വിചാരിച്ച് ഇയാൾ മദ്യപിച്ച് ഡ്രങ്കാർഡായിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി. സമീർ പോസ്റ്റ് ദ പിക്ചർ ഓൺ സോഷ്യൽ മീഡിയ. അങ്ങനെ സമീർ എന്ത് ചെയ്യുന്നു, ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ലാബലിംഗ് എൽദോയ ഡ്രങ്കാർഡ്, എൽദോയ ഒരു മുയുകുടിയൻ അല്ലെങ്കിൽ സ്ഥിരം മദ്യപാനിയൊക്കെ ആയിട്ട് ലാബൽ ചെയ്തുകൊണ്ട്. ദ പോസ്റ്റ് ഗോസ് വൈറൽ. അങ്ങനെ ആ പോസ്റ്റ് വൈറലാവുന്നു. സബ്ജക്റ്റിംഗ് എൽദോ ആൻഡ് ഹിസ് ഫാമിലി ടു പബ്ലിക് റെഡിക്യൂൾ. സോറി. എൽദോയി കുടുംബമൊക്കെ, ആളുകളൊക്കെ പരിഹാസപാത്രത്തിന് വിധേയമാവുന്നു. The story sensitively explores the emotional impact of this misjudgment. Sorry. Highlighting the struggles of a hearing and speech impaired family in dealing with societal stigma. The story sensitively explores, ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് ദ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് ദിസ് മിസ്ജഡ്ജ്മെൻറ്റ്. ഈ ഒരു തെറ്റായ വിലയിരുത്തലിൻ്റെ വൈകാരികമായിട്ടുണ്ടാകുന്ന സ്വാധീനങ്ങൾ, അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹൈലൈറ്റിംഗ് ദ സ്ട്രഗിൾസ് ഓഫ് എ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇമ്പയർഡ് ഫാമിലി ഇൻ ഡീലിംഗ് വിത്ത് സൊസൈറ്റൽ സിഗ്മ. അതായത് അന്ധരും ഭദ്രരുമായ മക്കളൊക്കെ ഉള്ള അല്ലെങ്കിൽ ആളുകളുള്ള കുടുംബം, അവർ സമൂഹത്തിൻ്റെ ആ ഒരു ചില മാതൃകകൾ അല്ലെങ്കിൽ ചില രീതികൾ, ചില സ്റ്റിഗ്മകളോടൊക്കെ ഡീൽ ചെയ്യുമ്പം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ഷോസ്, ഇത് കാണിക്കുന്നു, ഹൗ സമീർ ഗ്രാപ്പിൾസ് വിത്ത് ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് ഇമ്പൾസീവ് ആക്ഷൻ. വളരെ ആവേശത്തിലുള്ള, ഒന്നും ആലോചിക്കാതുള്ള, ഇമ്പൾസീവായിട്ടുള്ള തൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങൾ, അതുമായിട്ട് സമീർ എങ്ങനെയാണ് ഇടങ്ങാറാവുന്നത്, കെട്ടിമറിയുന്നതെന്നൊക്കെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. ദ ഫിലിം ബാലൻസസ് ഹ്യൂമർ ആൻഡ് ഹേർട്ട്ഫെൽറ്റ് ഇമോഷൻ, emphasizing themes of empathy, social media responsibility and the dangers of judgment and misinformation. ദിസ് ഫിലിം ബാലൻസ്, ഈ സിനിമ എന്താക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ തൂക്കുമുപ്പിക്കുന്നു. ഹ്യൂമർ ആൻഡ് ഹേർട്ട്ഫുൾ ഇമോഷൻ, അതായത് നർമ്മവും ഹൃദയഭേദകമായ വൈകാരികതയൊക്കെ ഒരുമിച്ച് ചേർക്കുന്നു തുല്യ അളവിൽ, അല്ലെങ്കിൽ അതൊരു ബാലൻസ് ആയിട്ട്. എംഫസൈസിങ് തീംസ് ഓഫ് എംപതി, എമ്പതിയുടെ ആശയങ്ങളൊക്കെ ഊന്നിക്കൊണ്ട്, എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, അനുകമ്പ. സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ജഡ്ജ്മെൻറ്റ് ആൻഡ് മിസ്ഇൻഫർമേഷൻ, കേവലമായ ചില വിധിക്കലിൻ്റെയും അതേപോലെ തന്നെ തെറ്റായ വിവരങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ അപകടങ്ങളെക്കുറിച്ചൊക്കെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. പെർഫോമൻസ്, സുരാജ് വെഞ്ഞാറമൂട് ആസ് എൽദോ ആയിട്ട് വേഷം കെടുന്ന സുരാജ് വെഞ്ഞാറമൂടാണ്. ഡെലിവേഴ്സ് എ ഡീപ്ലി ഒത്തൻറ്റിക് ആൻഡ് മൂവിങ് പോർട്രൽ, വളരെ ജെനുവിനായ ഒത്തൻറ്റിക്കായ ഒരു മൂവിങ് പോർട്രൽ, ഒരു നല്ല ഒരു ചിത്രീകരണമാണ്, ആക്ടിംഗ് ആണ് അദ്ദേഹം എടുക്കുന്നത്. സൗബിൻ ഷാഹിർ ആസ് എ സമീറായിട്ട് ഉള്ളത് സൗബിനാണ്. എഫക്റ്റീവ്ലി പോർട്രേറ്റ്സ് ദ റാക്ലെസ്നെസ് ആൻഡ് ഇവഞ്ച്വൽ റിമോഴ്സ് ഓഫ് ഹിസ് ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്ഠൂരത അല്ലെങ്കിൽ ഒരു ക്രൂരത, അതും അതേപോലെ തന്നെ അവൻ്റെ സ്വഭാവം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊക്കെ എന്താക്കുന്നുണ്ട്, നല്ല രീതിയിൽ സൗബിന് അഭിനയിച്ചും കാണിക്കുന്നുണ്ട്, വരച്ചും കാണിക്കുന്നുണ്ട്. ഓക്കെ.